ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് തീരെ സ്റ്റിക്കി ആവാതെ, അതായത് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിട്ടും. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 1.5 ഗ്ലാസ് സേമിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചതാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കുക. നമ്മൾ സേമിയ പായസം വെക്കുമ്പോഴൊക്കെ വറക്കുന്ന പോലെ തന്നെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് കേട്ടോ സേമിയം. അപ്പോൾ അതിലെ ചട്ടിയെല്ലാം ഒഴിച്ച് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം, വല്ലാതെ വേണ്ട താനും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനുള്ള എടുക്കുക കേട്ടോ. എത്ര ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ. അതിന് ശേഷം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നീട് ഉഴുന്നുപരിപ്പും കൂടി ബ്രൗൺ കളറായതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് എന്നിവയെല്ലാം ഒന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ ആദ്യം തന്നെ കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളമാണ് കണക്കാക്കി എടുത്തിട്ടുള്ളത്. റവയേക്കാളും കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതലാവണ്ട. കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒന്നിന്മേലൊന്ന് തൊടാതെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാകത്തിനുള്ള വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അത് ആകെ കുഴഞ്ഞുകൊണ്ടാവും കേട്ടോ. ഈ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ ഒക്കെ നെയ്യ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ സേമിയ വറുത്തത് കൊണ്ട് ഞാൻ പിന്നെ നെയ്യിലാണല്ലോ വറുത്തത്, അതുകൊണ്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തില്ല. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ളത് ഇടുക കേട്ടോ. നമുക്ക് എത്ര ആണോ ഉപ്പ് വേണ്ടത് അത്ര ഇട്ട് കൊടുക്കുക. ഞാനപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് അധികമാവാതെ നോക്കണം. നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് മുൻപിലായിട്ട് ഉപ്പ് നിന്നാൽ മതി. അപ്പോൾ സേമിയത്തിലേക്കും ഉണ്ടാവും കേട്ടോ. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിൽ വെള്ളത്തിൽ ഉപ്പൊന്ന് നോക്കിയാൽ മതി. ഒരു ട്രിക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ സേമിയത്തിലേക്ക് ഉള്ള ഉപ്പും കൂടി ഒരു ശകലം വെള്ളത്തിൻ്റെ പാകത്തിൻ്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടും കേട്ടോ. കുറച്ച് മുൻപിലായിട്ട് നിന്നാൽ മതി. അതായത് ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം എല്ലാം നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച സേമിയം ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല പോലെ സേമിയം കൂടിയും നല്ല പോലെ കൂട്ടി ഇളക്കി നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഇനി. അപ്പോൾ സേമിയ ഉപ്പുമാവ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അടച്ച് കൊടുക്കുക കേട്ടോ. അടച്ച് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വേവെല്ലാം കറക്റ്റായിട്ട് വരുമ്പോൾ അത് നല്ലപോലെ തുറന്ന് വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആക്കുക. ഇത്രയേ ഉള്ളൂ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട രീതി. കുറച്ചുകൂടി വെള്ളം ഇതിൽ ഒന്ന് പാകമാവാണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒന്ന് അടച്ചു കൊടുത്തു ഞാൻ. പിന്നെ വീണ്ടും തുറന്നപ്പോഴത്തേക്ക് ഇത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വിധം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും ഇത്. മിക്കവാറും എല്ലാ വീടുകളിലും റവ സേമിയം മിക്സായിട്ടുണ്ടാക്കും. പിന്നെ ഈ സേമിയം ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ വേണ്ടവർക്ക് ഇതിലേക്ക് തേങ്ങയൊക്കെ ചിരകി ഇടാൻ വേണമെങ്കിൽ, പക്ഷേ ഇവിടെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങയും കൂടി ചിരകി ഇട്ട് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.